കവടിയ രാജ്ഭവന്റെ മുന്നിൽ നടക്കുന്ന സംഘർഷത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വൈസ് ചാൻസലർ കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തതിനു ശേഷമുണ്ടായ ദൃശ്യമാണിത്. ആദ്യം SFIക്കാർ പ്രതിഷേധവുമായി വന്നു. അവർ മടങ്ങിപ്പോയതിനു ശേഷം DYFI പ്രതിഷേധ മാർച്ച് നടത്തി. ബാരിക്കേഡുകൾ അവർ ചാടിക്കടക്കാൻ ശ്രമിച്ചു. അവർക്ക് നേരെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു. പോലീസുമായി നേരിയ സംഘർഷത്തിലാണ് DYFI. മാത്രം ഉന്തും തള്ളും അതുപോലെ തന്നെ വാക്കേറ്റവും കൂടുന്നു എന്ന് മനസ്സിലാകുന്നു. അലക്സ് റാം മുഹമ്മദ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അലക്സ്, എന്താണ് സ്ഥിതിവിശേഷം? ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസിന് കഴിയുന്നില്ലേ? അവർ പ്രതിഷേധിക്കുന്നുണ്ടോ ഇക്കാര്യത്തിൽ? അങ്ങേയറ്റം സംഘർഷഭരിതമായ അന്തരീക്ഷം രാജ്ഭവന് മുന്നിൽ ഉടലെടുത്തിരിക്കുന്നു. അതായത് ഈ പ്രവർത്തകർ ബാരിക്കേഡ് ഭേദിച്ച് അകത്തേക്ക് ചാടിയ പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയ രീതിയിൽ വാക്കേറ്റമുണ്ടായി, കയ്യാങ്കളി ഉണ്ടായി. ഈ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള നീക്കമുണ്ടായി. കൂടുതൽ പ്രവർത്തകർ ബാരിക്കേഡ് ഭേദിച്ച് അകത്തേക്ക് ചാടിക്കടന്നു. ഇതാ പോലീസുമായി ഒരു വാക്കേറ്റത്തിന്റെ സമയമാണ് ഈ കടന്നുപോയത്. ഒരു നേർക്കുനേർ വാക്കേറ്റത്തിന്റെയും പ്രശ്നങ്ങളുടെയും സമയമാണ് കടന്നുപോയത്. അവർ പോലീസുമായി വാക്കേറ്റം നടന്നു. മറ്റു ചില പ്രവർത്തകർ ഇവിടെ നിന്ന് അകത്തേക്ക് ചാടിക്കടന്ന പ്രവർത്തകരെ പോലീസിന് വിട്ടുകൊടുക്കാതെ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി കൂടുതൽ പ്രവർത്തകർ അവിടേക്ക് എത്തി പോലീസുമായി ഇപ്പോൾ നമ്മുടെ ദൃശ്യങ്ങളിൽ കാണാം. പോലീസുമായി ഒരു ഡയറക്റ്റ് ഫൈറ്റിലേക്ക് DYFI പ്രവർത്തകർ പോയിരിക്കുന്നു. കൂടുതൽ പ്രവർത്തകർ ബാരിക്കേഡിന് അപ്പുറത്തേക്ക് കുത്തിയിരിക്കുന്നു, തമ്പടിച്ചിരിക്കുന്നു. ഇപ്പുറത്തേക്ക് ചാടിക്കിടന്ന് ബാരിക്കേഡ് ബാധിച്ച് അകത്തേക്ക് കടന്ന പോലീസുകാരും അകത്തേക്ക് ചാടിക്കടന്ന ഈ പ്രവർത്തകരും പോലീസുമായി രൂക്ഷമായ വാക്കേറ്റം, കയ്യാങ്കളി, ഉന്തും തള്ളും നിലനിൽക്കുന്നുണ്ട്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ബാരിക്കേഡ് അവർ സുരക്ഷിതമായി വെക്കുന്നതിന് വേണ്ടി വളരെ രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ ദൃശ്യങ്ങളിൽ കാണാം. ഈ പ്രവർത്തകർ അകത്തേക്ക് ചാടിക്കടന്ന് ഈ മുദ്രാവാക്യം ഉയർത്തുന്നു. ഗവർണർക്കെതിരെ, ചാൻസലർ കൂടിയായ ഗവർണർക്കെതിരെ മുദ്രാവാക്യം ഉയർത്തുന്നു. ഒപ്പം വൈസ് ചാൻസലർക്കെതിരെ മുദ്രാവാക്യം ഉയർത്തുന്നു. ഈ സമരം ഗവർണർക്കും ചാൻസലർക്കുമെതിരെ തുടരുമെന്നുള്ളതിന് സൂചന എന്നുള്ളത് അവർ പ്രഖ്യാപിക്കുന്നു. സമരം തുടരുമെന്ന് പ്രഖ്യാപിക്കുന്നത് ആ പ്രവർത്തകർക്ക് നേരെ ആക്ഷന് മുതിർന്ന പോലീസുകാർക്ക് നേരെ പ്രവർത്തകർ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുന്നു. അവർ അവരോട് തട്ടിക്കയറുന്ന ചൂടാകുന്ന സാഹചര്യം ദൃശ്യങ്ങളാണ് കാണുന്നത്. അതായത് പോലീസ് ഉദ്യോഗസ്ഥർ അവർക്ക് നേരെ ആക്ഷന് മുതിർന്നു എന്നാണ് അവർ പറയുന്നത്. അവരെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് പറയുന്നത്. തല്ലി മർദ്ദിച്ചു എന്നാണ് അവർ പറയുന്നത്. അതാ ബാരിക്കേഡിന് അപ്പുറത്ത് നിന്ന് പ്രവർത്തകർ വലിയ രീതിയിൽ രോഷം പെടുന്നുണ്ട്. അവർ ബാരിക്കേഡ് ഭേദിക്കാനുള്ള ശ്രമം വീണ്ടും നടത്തുന്നുണ്ട്. അതായത് പോലീസുകാർക്ക് നേരെ പ്രവർത്തകർ വലിയ തോതിൽ മുദ്രാവാക്യം ഉയർത്തുന്നു. ഈ അകത്തേക്ക് ചാടി കയറിയ പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചു എന്നാണ് പ്രവർത്തകർ ആരോപിക്കുന്നത്. അതിന്റെ രോഷം പ്രവർത്തകരുടെ ഭാഗത്ത് നാണ പൊട്ടുന്നതാണ് കാണുന്നത്. നമ്മുടെ ക്യാമറാമാനടക്കം തൊട്ടിപ്പുറത്തെ മതിലിന്റെ മുകളിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നത്. ഈ പോലീസിന്റെ ഈ ജലപീരങ്കി പ്രയോഗിക്കുന്ന ഘട്ടത്തിൽ തന്നെ നമ്മുടെ ക്യാമറയിലടക്കം വെള്ളം തെറിച്ചു വീഴുന്ന സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ പ്രവർത്തകർക്ക് നേരെ 4-5 തവണ രൂക്ഷമായി, അത് അത്രയും ഫോഴ്സിൽ ജലപീരങ്കി പ്രയോഗിച്ചത് കണ്ടതാണ്. ശക്തമായ സമരം ഇടത്, വിദ്യാർത്ഥി, യുവജന സംഘടനകൾ ഈ കാവിക്കൊടി വിവാദത്തിൽ ഗവർണർക്കെതിരെ അതിൽ കക്ഷി ചേർന്ന വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമലിനെതിരെയൊക്കെ നടത്തും എന്നുള്ളത് DYFI പ്രഖ്യാപിക്കുന്നു. തൊട്ടുമുമ്പ് SFI സമരം നടത്തിയത് പ്രഖ്യാപിച്ചിട്ട് പോയതാണ്. നാളെ രാവിലെ 11 മണിക്ക് രാജ്ഭവനിലേക്ക് SFI വീണ്ടും സമരം കോൾ ചെയ്തിട്ടുണ്ട്. അത് സംസ്ഥാന വ്യാപക സമരമായിരിക്കും രാജ്ഭവൻ മാർച്ച്. അതിൽ കൂടുതൽ പ്രവർത്തകരെ പങ്കെടുപ്പിക്കുമെന്ന് SFI ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. DYFIയും ആ സമരം നടത്തും. വീണ്ടും ഈ തുടർ പ്രതിഷേധവും പ്രക്ഷോഭവുമായി DYFI പ്രവർത്തകർ മുന്നോട്ട് പോകുന്ന അവരും വ്യക്തമാക്കുന്നുണ്ട്. നാളെ വലിയ തോതിൽ തലസ്ഥാനം സംഘർഷഭരിതമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമുക്ക് അങ്ങനെ വേണം അനുമാനിക്കാൻ. കാരണം നാളെ ഗവർണർക്ക് ചില പൊതുപരിപാടികളുണ്ട് കൊല്ലത്തൊക്കെ അടക്കം. അതിൽ എന്തൊക്കെയാണ് ഈ ഇടത്, വിദ്യാർത്ഥി, യുവജന സംഘടനകൾ പ്ലാൻ ചെയ്യുക, അവരുടെ ഈ സമര പരിപാടികൾ ആ തരത്തിൽ ആസൂത്രണം ചെയ്യാൻ അവർ ഇതിനോടൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും ഈ കാവിക്കൊടി വിവാദവുമായി ബന്ധപ്പെട്ടും ഒപ്പം രാജ്ഭവന്റെ RSS ചായ്വിനോടും RSS അനുകൂല നിലപാടിനോടും കടുത്ത പ്രതിഷേധം ഉയർത്തി തുടരുന്നതിനിടെയാണ് ഈ കേരള സർവകലാശാലയിൽ ഭാരതാംബ വിവാദം എത്തുന്നത്. ആ വിവാദത്തിൽ വൈസ് ചാൻസലറും പങ്കുചേർന്നു. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി അംഗീകരിക്കാനാകില്ല എന്ന് ഇടതുപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടന